നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ഇന്ത്യൻ സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തിൻ്റെ നേതാവും വഴികാട്ടിയുമാണ് അദ്ദേഹം. ഏറ്റവും കഠിനമായ പ്രതിസന്ധി ഘട്ടങ്ങളിലും സത്യം, അഹിംസ എന്നീ മൂല്യങ്ങളിൽ അടിയുറച്ച് പ്രവർത്തിക്കാനും ജീവിതചര്യയാക്കി മാറ്റുവാനും അദ്ദേഹം ശ്രദ്ധിച്ചു. ലളിതമായ ജീവിതം നയിച്ച് അദ്ദേഹം പൊതുപ്രവർത്തകർക്ക് മാതൃകയായി. സ്വയം നൂൽ നൂറ്റുണ്ടാക്കിയ വസ്ത്രം ധരിച്ചു, സസ്യാഹാരം ഭക്ഷിച്ചു, ഉപവാസം അനുഷ്ഠിച്ചു. നിരാഹാരം ആത്മശുദ്ധീകരണത്തിനും പ്രതിരോധത്തിനുമുള്ള ഉപാധിയാക്കി മാറ്റി. അഹിംസയിലൂന്നിയ സത്യഗ്രഹം എന്ന സമരത്തിലൂടെ ലോകമെമ്പാടും ശ്രദ്ധേയനായി. അദ്ദേഹത്തിൻ്റെ സമരജീവിതത്തിലൂടെ നമുക്കൊന്ന് സഞ്ചരിച്ചു നോക്കാം. മഹാത്മാഗാന്ധി അഥവാ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിൽ ജനിച്ചു. അദ്ദേഹത്തിൻ്റെ ജന്മദിനം അഹിംസാ ദിനമായി ആചരിക്കുന്നു. കരംചന്ദ് ഗാന്ധിയും പുത്ലിബായിയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ. ബനിയ വിഭാഗക്കാരായിരുന്നു അവർ. അദ്ദേഹത്തിൻ്റെ പിതാവ് രാജ്കോട്ടിലെ പ്രധാനമന്ത്രിയായിരുന്നു. ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ 1881 തൻ്റെ 13ാമത്തെ വയസ്സിൽ ഗാന്ധിജി കസ്തൂർബയെ വിവാഹം ചെയ്തു. 1885 അദ്ദേഹത്തിൻ്റെ അച്ഛൻ അന്തരിച്ചു. 1887 അദ്ദേഹം മെട്രിക്കുലേഷൻ പൂർത്തിയാക്കി. 1888 അദ്ദേഹം നിയമം പഠിക്കാൻ ഇംഗ്ലണ്ടിലേക്ക് കപ്പൽ കയറി. ഈ സമയത്ത് അദ്ദേഹത്തിന് തൻ്റെ ആദ്യ പുത്രൻ ഹരിലാൽ ജനിച്ചു. ഇംഗ്ലണ്ടിൽ വെച്ചാണ് അദ്ദേഹം ഭഗവത്ഗീത വായിച്ചത്. നിയമപഠനം പൂർത്തിയാക്കി 1891 ഇന്ത്യയിലെത്തിയ അദ്ദേഹം മുംബൈയിലെ രാജ്കോട്ട് കോടതിയിൽ അഭിഭാഷക വൃത്തി ആരംഭിച്ചെങ്കിലും ആദ്യത്തെ വ്യവഹാരത്തിൽ തന്നെ ശരീരം വിറച്ച് ഒരക്ഷരം മിണ്ടാൻ കഴിയാതെ ജോലി അവസാനിപ്പിച്ചു. അദ്ദേഹം പിന്നീട് 1893 ദാദാ ആൻഡ് അബ്ദുള്ള കമ്പനിയുടെ വ്യവഹാര ആവശ്യവുമായി ബന്ധപ്പെട്ട് ദക്ഷിണാഫ്രിക്കയിലെത്തി. എന്നാൽ ഇന്ത്യക്കാർക്കും കറുത്ത വർഗക്കാർക്കും അവിടെ കടുത്ത വിവേചനമായിരുന്നു. ഒരിക്കൽ വെള്ളക്കാർക്ക് മാത്രം സഞ്ചരിക്കാവുന്ന എ ക്ലാസ് കൂപ്പയിൽ യാത്ര ചെയ്തതിന് അദ്ദേഹത്തെ മർദ്ദിക്കുകയും വഴിയിൽ പീറ്റർ മാരിസ്ബർഗിൽ ഇറക്കിവിടുകയും ചെയ്തു. ദക്ഷിണാഫ്രിക്കയിലാണ് അദ്ദേഹം ആദ്യമായി സത്യഗ്രഹം ആരംഭിച്ചത്. ദക്ഷിണാഫ്രിക്കയിൽ അദ്ദേഹം ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രം ആരംഭിക്കുകയും ഫീനിക്സ് ആശ്രമം, ടോൾസ്റ്റോയ് ഫാം എന്നിവ ആരംഭിക്കുകയും ചെയ്തു. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നറിയപ്പെടുന്നതും ദക്ഷിണാഫ്രിക്കയാണ്. 1915 ജനുവരി 9 അദ്ദേഹം ഇന്ത്യയിൽ തിരിച്ചെത്തി. ഈ ദിവസം ഭാരത സർക്കാർ പ്രവാസി ദിനമായി ആചരിക്കുന്നു. ഇന്ത്യയിൽ വെച്ച് ഫീനിക്സ് ആശ്രമവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ടാഗോറിനെ പരിചയപ്പെടുന്നത്. ടാഗോർ അദ്ദേഹത്തെ മഹാത്മാ എന്നും അദ്ദേഹം ടാഗോറിനെ ഗുരുനാഥൻ എന്നും വിളിച്ചു. 1915 അദ്ദേഹം അഹമ്മദാബാദിൽ സത്യഗ്രഹാശ്രമം സ്ഥാപിച്ചു. 1917 ഗാന്ധിജി തൻ്റെ ആദ്യ സത്യഗ്രഹം ആരംഭിച്ചത്. ചമ്പാരൻ ജില്ലയിലെ തോട്ടം തൊഴിലാളികളെ ബ്രിട്ടീഷ് അടിമത്തത്തിൽ നിന്നും മോചിപ്പിക്കുവാൻ വേണ്ടിയായിരുന്നു ഇത്. 1917 ജൂണിൽ സത്യഗ്രഹാശ്രമം സബർമതിയിലേക്ക് മാറ്റി. പിന്നീട് ഇത് സബർമതി ആശ്രമം എന്നറിയപ്പെട്ടു. 1918 കാലത്ത് അദ്ദേഹത്തിൻ്റെ ശ്രമപരമായി ഗുജറാത്തിലെ ഖേഡ കർഷക സമരം, അഹമ്മദാബാദിലെ തൊഴിൽ പ്രശ്നം തുടങ്ങിയവ ഒത്തുതീർപ്പായി. വാറന്റ് കൂടാതെ ആരെയും അറസ്റ്റ് ചെയ്യുന്നതിനും വിചാരണ കൂടാതെ തടവിലിടുന്നതിനും അനുമതി നൽകുന്ന റൗലത്ത് ആക്ട് എന്ന നിയമത്തിനെതിരെ 1919 മാർച്ച് 30 ഹർത്താൽ ആചരിക്കുവാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തു. ഇതിനിടയിൽ ഏപ്രിൽ 10 ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തു. ഇതിൽ പ്രതിഷേധിച്ച് ഇന്ത്യയിൽ ഹർത്താൽ ആചരിക്കപ്പെട്ടു. ഇതേ തുടർന്ന് 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗിൽ വെച്ച് സമരക്കാർ കൂട്ടക്കൊല ചെയ്യപ്പെട്ടു. 1920 ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത്. ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ഉപേക്ഷിക്കുകയായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. ഗാന്ധിജി തനിക്ക് ലഭിച്ച കൈസർ ഇ ഹിന്ദ് അവാർഡ് മടക്കിക്കൊടുത്തു.
ഒരൊറ്റ ഇന്ത്യക്കാരൻ പോലും ഇല്ലാത്ത 1927 സൈമൺ കമ്മീഷൻ ബഹിഷ്കരിക്കുവാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഭൂനികുതിയിലെ വർധനവിൽ പ്രതിഷേധിച്ച് 1928 അദ്ദേഹം ബർദോളിയിൽ സത്യാഗ്രഹം ആരംഭിച്ചു. ഉപ്പ് ഉൽപാദനത്തിൽ ബ്രിട്ടീഷുകാർ ചുമത്തിയ അമിത കരത്തിനോട് പ്രതിഷേധിച്ച് അദ്ദേഹം 1930 മാർച്ച് 12 ഉപ്പ് സത്യാഗ്രഹം സംഘടിപ്പിച്ചു. ഇത് ഒന്നാം നിയമലംഘന സമരം എന്നറിയപ്പെട്ടു. 1931 രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. 1932 രണ്ടാം നിയമലംഘന സമരം ആരംഭിച്ചു. അതിൽ കസ്തൂർബയും അറസ്റ്റ് വരിച്ചു. ഗാന്ധിജി യർവാദ ജയിലിൽ ആയിരുന്നു. അവിടെ വെച്ച് അദ്ദേഹം പൊതുമണ്ഡലങ്ങളിൽ താഴ്ന്ന ജാതിക്കാർക്ക് സംവരണം വേണമെന്ന് വാദിച്ചു. ഒടുവിൽ 1932 പൂനെ കരാറിലൂടെ അത് അംഗീകരിക്കപ്പെട്ടു. 1937 വാർധാ സമ്മേളനത്തിൽ അദ്ദേഹം നയീം താലീം വിദ്യാഭ്യാസ രീതി അവതരിപ്പിച്ചു. 1942 ക്വിറ്റ് ഇന്ത്യ സമര നേതാക്കൾക്ക് ഗാന്ധിജി പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം നൽകി. ഗാന്ധിജിയുടെയും മറ്റു നേതാക്കളുടെയും ശ്രമപരമായി 1947 ആഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. ഗാന്ധിജി 5 തവണ കേരളം സന്ദർശിച്ചു. 1920 ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട്, 1925 വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ചും പിന്നീട് 1927 അതിനുശേഷം 1934 ഹരിജൻ ഫണ്ട് ശേഖരണാർത്ഥവും 1937 ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ പശ്ചാത്തലത്തിലുമാണ് അദ്ദേഹം കേരളം സന്ദർശിച്ചത്. ഗാന്ധിജിയുടെ ജീവിതത്തിൻ്റെ അവസാന കാലം ദുഃഖഭരിതമായിരുന്നു. ഇന്ത്യ വിഭജനവും കസ്തൂർബയുടെ വിയോഗവും അദ്ദേഹത്തെ ദുഃഖിതനാക്കിയിരുന്നു. 1947 ആഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യം ആഘോഷിച്ചപ്പോൾ ഗാന്ധിജി കൊൽക്കത്തയിൽ ഭാരത വിഭജനത്തിൽ ദുഃഖിതനായി കഴിഞ്ഞു. 1948 ജനുവരി 30 വെള്ളിയാഴ്ച വൈകുന്നേരം 5:17 ഡൽഹിയിലെ ബിർള മന്ദിരത്തിൽ പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുക്കവേ നാഥുറാം വിനായക് ഗോഡ്സെ എന്ന ഭ്രാന്തൻ്റെ വെടിയേറ്റ് അദ്ദേഹം മരണമടഞ്ഞു. ജനുവരി 31 അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം രാജ്ഘട്ടിൽ സംസ്കരിച്ചു. ഇന്ത്യക്ക് യഥാർത്ഥമായി സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ ഇന്ത്യ ജീവിക്കേണ്ടത് നഗരങ്ങളിലല്ല, ഗ്രാമങ്ങളിലാണ്, കൊട്ടാരങ്ങളിലല്ല, കുടിലുകളിലാണ് എന്ന് ഗാന്ധിജി വിശ്വസിച്ചിരുന്നു.